ഹലോ ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുക്കറിലൊരു അടിപൊളി മുട്ടക്കറി വെക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മുട്ടക്കറിയാണ്. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനൊരു കുക്കർ അടുപ്പി വെച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് 5 മുട്ട ഞാൻ പുഴുങ്ങാനും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. പിന്നെ 1 സ്പൂൺ നെയ്യും കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട്. കറിക്ക് വേറൊരു ടേസ്റ്റ് വരും നമ്മൾ നെയ്യ് ഒഴിക്കുമ്പോഴത്തേക്ക്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണത്. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അതിലേക്ക് നമുക്ക് കറുകപ്പട്ട, ഗ്രാമ്പു അങ്ങനെ കുറച്ച് മസാലകളെല്ലാം കൊണ്ടിട്ട് മൂപ്പിക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഫുള്ള് ചേർത്ത് കൊടുക്കുക. പിന്നെ പഴുത്ത ഒരു തക്കാളി, കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് കുറച്ച് വെള്ളം, ഒരു അര ഗ്ലാസ് ഒന്നും വേണ്ട, ഒരു 1/4 ഗ്ലാസ് ആയാലും മതി. കാരണം സവാളയിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ വെള്ളത്തിൽ ഇത് കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അടച്ച ശേഷമാണ് ഞാൻ ഓർത്തത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണമായിരുന്നു. അങ്ങനെ അതും ചേർത്തു. പിന്നെ കറിക്ക് ആവശ്യമായ കുറച്ച് തേങ്ങയും അതിലേക്ക് കുതിർത്ത കുറച്ച് അണ്ടിപ്പരിപ്പും ഞാൻ ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ സവാളയൊക്കെ റെഡിയായി. ഒരു ഫിസിൽ കേട്ടപ്പോൾ ഞാൻ ഒരു 2 മിനിറ്റ് സിമ്മിലിട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ഈ 3 പൊടികൾ മാത്രമേ പിന്നെ നമ്മൾ ചേർക്കുന്നുള്ളൂ. എരിവിനായിട്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം നമ്മൾ കുറച്ച് മല്ലിയില, കുറച്ച് കരിവേപ്പില ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത ശേഷം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് തിളച്ച് കുറുകിയ ശേഷം നമുക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറി ഒന്ന് തിളച്ച് വറ്റുമ്പോഴത്തേക്ക് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ സൂപ്പർ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും, സമയ ലാഭവുമാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, ബൈ ബൈ.